ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫാബ്രിക് കാൽക്കുലേഷനാണ്. അതായത് നമ്മുടെ പാൻറ്റുകളുണ്ടല്ലോ, നമ്മുടെ ബോട്ടം, അതിനൊക്കെ എത്ര ഫാബ്രിക് നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ അനാർക്കലിയുടെയും കുർത്തിയുടെയൊക്കെ വേറെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫാബ്രിക് കാൽക്കുലേഷൻ ഫോർ പാൻറ്റാണ്. പാൻറ്റിൻ്റെ 2-3 ടൈപ്പ് ഉണ്ടല്ലോ, കുറേ ടൈപ്സ് ഉണ്ട്. അതിലെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്താണ്. അതായത് നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ചുരിദാർ പാൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനൊരു 2 ഭാഗമുണ്ട്. ഇതുപോലൊരു ബെൽറ്റിൻ്റെ ഭാഗമുണ്ട്, അത് കൂടാതെ നമുക്കിതുപോലെ നമ്മുടെ ഒരു ലെഗിൻ്റെ ഭാഗമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ് പറയണേ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്താലും പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്താലും ടോട്ടൽ ഉള്ളത് എടുക്കുക. ശരീരത്തിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ പാൻറ്റ് വെയർ ചെയ്യുന്നത് അവിടെ മുതൽ താഴെ ബോട്ടം വരെ ഉള്ളത് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 35 ഇഞ്ചസിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പാൻറ്റിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് നമ്മൾ കൂട്ടണം. അത് താഴെ മടക്കി അടിക്കാനും മുകളിൽ സീം അലവൻസും എല്ലാം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അതിങ്ങനെ ഓരോന്നായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പറയുന്നത് വെറുതെ ഫാബ്രിക് എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു പോകണം. ഇത് ഫാബ്രിക് എത്ര വാങ്ങണം എന്നറിയാനാണ്. അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ നമുക്കൊരു 5 ഇഞ്ച് എക്സ്ട്രാ ഫാബ്രിക് നമ്മൾ ആഡ് ചെയ്യുക. അതിൻ്റെ 2 മടങ്ങ്. കാരണം പാൻറ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് 5 ഇഞ്ച് നമ്മൾ ഒരു കാലിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 കാലിലും വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ 2 മടങ്ങ്. അപ്പോൾ ഇവിടെ ഞാൻ 35 ഇഞ്ചസ് എടുത്തതുകൊണ്ട് 35 + 5 40 ഇഞ്ചസ് ഇൻറ്റു 2 80 ഇഞ്ചസ് ആണ്. ആ ഇഞ്ചസിന് വീണ്ടും നമുക്ക് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 മീറ്റർ ഫാബ്രിക്കാണ് വേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഏതൊക്കെ പാൻറ്റിന് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പാൻറ്റിന് കൊടുക്കാം. അതേപോലെ തന്നെ സിഗരറ്റ് ബോട്ടം ഉണ്ടല്ലോ, സിഗരറ്റ് ബോട്ടത്തിന് കൊടുക്കാം. അതുപോലെ നമ്മുടെ സാധാരണ നോർമൽ പാട്ടിയാല ഉണ്ടല്ലോ, നോർമൽ പാൻറ്റ്, അതിനും ഇതെല്ലാം അപ്ലിക്കബിളാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 36 ഇഞ്ചസ് ഫാബ്രിക് വിഡ്ത്തുള്ള ഫാബ്രിക് ഉണ്ട്. അതിന് പകരം നിങ്ങൾ 44 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വലിയ സൈസുകൾക്കൊക്കെ ഇതേ അളവ് പാകാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ വിഡ്ത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക്കിൻ്റെ. സോ നിങ്ങൾക്ക് 44 ഇഞ്ചസ് വിഡ്ത്തുള്ള ഫാബ്രിക്കും അതിൽ കൂടുതൽ വിഡ്ത്തുള്ള ഫാബ്രിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ചുരി ബോട്ടത്തിന് ഇതിനേക്കാൾ എന്ത് ഡിഫറൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ ചുരി ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ഒരല്പം കൂടുതൽ ഫാബ്രിക് ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം കാലിൻ്റെ അവിടെ കുറച്ച് ചുരി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ 56 അല്ലെങ്കിൽ 58 ഇഞ്ചസ് ഫാബ്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 2 മീറ്റർ ഫാബ്രിക് തന്നെ മതി ചുരി ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും. അതല്ല നമ്മൾ 44 ഇഞ്ചസ് ഫാബ്രിക്കാണ് ചുരി ബോട്ടം തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2.5 മീറ്റർ ഫാബ്രിക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.